രാവിലെ നേരത്തെ എണീറ്റ് കുറച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴേക്കും കറണ്ടില്ല. അപ്പോൾ പിന്നെ കുറച്ച് നേരം മഴ ആസ്വദിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മഴയൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല തണുപ്പുണ്ട്, നല്ല മഞ്ഞുമുണ്ട്. അപ്പോൾ ആ മഞ്ഞും മഴയൊക്കെ ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അതെ മഴയത്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കാൻ നല്ല രസമാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞൂസ് നല്ല ഉറക്കമാണ്, ഇതുവരെ എണ്ണീറ്റിട്ടില്ല. അവളെ ഉണർത്താനുള്ള എൻ്റെ ശ്രമങ്ങളൊക്കെ വിഫലമായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ രാവിലെ ഇന്ന് ഇഡലിയാണ്. ഇഡലിയും സാമ്പാറും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ തകൃതിയായിട്ട് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. സാമ്പാറിന് കഷ്ണങ്ങൾ വേവിക്കാൻ വെക്കുമ്പോഴത്തേക്കും നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോ? നിങ്ങൾ വെണ്ടയ്ക്കയും മുരിങ്ങയ്ക്കയും സെപ്പറേറ്റ് ആയിട്ടാണ് വേവിക്കുക. നെയ്യ് തീരാറായിട്ടുണ്ട്. രാവിലെ അടുക്കളയിലോട്ട് കയറി വരുമ്പോഴത്തേക്ക് മൊത്തത്തിലൊരു ഹരിതാഭയാണ്. എപ്പോഴും ഇങ്ങനെ കാണും മല്ലിയിലയൊക്കെ നിറച്ചും വീട്ടിൽ. ഞങ്ങൾ ഇങ്ങനെയാണ് ഇത് കുക്ക് ചെയ്യുന്നത് കേട്ടോ. മുരിങ്ങയ്ക്ക സെപ്പറേറ്റ് ആയിട്ടൊന്ന് കുക്ക് ചെയ്യും, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട്. വെണ്ടയ്ക്ക സെപ്പറേറ്റ് ആയിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ മുരിങ്ങയ്ക്ക തിളച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഗ്യാസ് പെട്ടെന്ന് തീർന്നു. പിന്നെ ഗ്യാസ് ബുക്ക് ചെയ്തു. സാധാരണ ബുക്ക് ചെയ്താൽ പെട്ടെന്ന് കിട്ടുന്നതല്ല, ഇപ്രാവശ്യം എന്തോ പെട്ടെന്ന് അർജൻറ്റായിട്ട് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ കൊണ്ട് തന്നു കേട്ടോ. പക്ഷേ നമ്മൾ തന്നെ താഴെ നിന്ന് റോഡിൽ നിന്ന് മേളിലോട്ട് കയറ്റി കൊണ്ടുവരണം. നല്ല പണിയാണ്. ഗ്യാസ് ഊറ്റിയൊക്കെ ചുമന്ന് കയറ്റിക്കൊണ്ട് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അജയന് BP കയറി. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടാണ് ബാക്കി പണിയൊക്കെ ചെയ്തത്. അപ്പോൾ ഗ്യാസ് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തു. വീണ്ടും നമ്മുടെ പണികളൊക്കെ തുടങ്ങി. വെണ്ടയ്ക്ക അതാ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ റെഡിയാക്കി കുഞ്ഞിനെ എണ്ണീപ്പിച്ചു, പല്ലൊക്കെ തേപ്പിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ. അതിനിടയ്ക്ക് വെളിയിലേക്ക് ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇതാ നിറച്ചും മഞ്ഞ് മൂടിയ പരുന്തുംപാറ നമ്മുടെ വീടിൻ്റെ വരാന്തയിൽ നിന്നാൽ തന്നെ കാണാമേ. ഇന്ന് മെയിനായിട്ടും സ്പൈസസ് ബോക്സ് ഒക്കെ ആയിരുന്നു പാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ സ്പൈസസിൻ്റെ ഗിഫ്റ്റ് ബോക്സുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാക്കിങ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ ബോക്സ് റെഡിയാക്കുന്നത്. ഇതിനകത്ത് എല്ലാ ടൈപ്പ് സ്പൈസസും നമ്മൾ നിറയ്ക്കും. ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ആയിട്ടുള്ള സ്പൈസസ് ആണ് നമ്മളിതിൽ നിറയ്ക്കുന്നത്. മാക്സിമം ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ സെലക്ട് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. നാടൻ സാധനങ്ങളാണ് കേട്ടോ. നാടൻ കറുവപ്പട്ട, അതുപോലെ ഏലയ്ക്കാണെങ്കിൽ ഓർഗാനിക്, നമ്മുടെ നാട്ടിലെ തന്നെയാണ് ഗ്രാമ്പുവും കുരുമുളകും എല്ലാം. അടുത്ത പണി തേങ്ങാ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കലാണ്. തേങ്ങാ ചമ്മന്തിപ്പൊടി നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്ന് കാണണേ. അങ്ങനെ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സമയമായി. വൈകുന്നേരം ഞങ്ങൾ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഉണ്ടാക്കാറില്ല. രാവിലത്തെ ഇഡലിയും സാമ്പാറും കുറച്ചിരിപ്പുണ്ട്, ഉച്ചയ്ക്കത്തെ ചോറും കുറച്ചിരിപ്പുണ്ട്. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് കഴിക്കുകയാണ്. അത്താഴമൊക്കെ കഴിഞ്ഞാൽ പിന്നെ എൻ്റെയും കുഞ്ഞൂസിൻ്റെയും മെയിൻ പണി ഇതാണ്. വായനയൊക്കെ ആയി, കഥ പറച്ചിലായി, ഉറക്കം വരുന്നത് വരെ അങ്ങ് കൂടും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ കാണാമേ.